കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ചുമായി കടന്നു വരുവാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് അധ്യക്ഷ പ്രസംഗത്തിൽ പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷഹീൻ ഇവിടെ സൂചിപ്പിച്ചു. കേരളത്തിനകത്ത് PSC എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനം, ആ ഭരണഘടനാ സ്ഥാപനത്തിന്റെ അംഗത്വത്തിലേക്ക് ആളുകളെ നിയമിക്കുന്നതിന് വേണ്ടി സർക്കാരും സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ നേതാക്കന്മാരും ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിയാണ് ആളുകളെ നിയമിക്കുന്നത് എന്നുള്ള തരത്തിൽ നമുക്ക് വിശ്വസനീയമാകുന്ന തരത്തിലേക്കുള്ള തെളിവുകൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത്. ഈ വിഷയത്തിൽ ഇതുവരെ സർക്കാർ കൃത്യമായ അന്വേഷണത്തിന് തയ്യാറായിട്ടില്ല. പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന CITUവിന്റെ ജില്ലാ സെക്രട്ടറിയും CPIMന്റെ ഏരിയ കമ്മിറ്റി അംഗവുമായ ഒരു പുതിയ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ ഈ വിഷയത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് പുറത്താക്കി എന്ന് പറയപ്പെടും. പക്ഷേ എന്തിന്റെ പേരിലാണ് അയാൾക്കെതിരെ അച്ചടക്ക നടപടി എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി പാർട്ടി ഇപ്പോഴും വിശദീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർട്ടി അന്വേഷിച്ചു, പാർട്ടി നടപടിയെടുത്തു, പാർട്ടി അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ സംവിധാനങ്ങൾ, നിങ്ങളുടെ പാർട്ടിയുടെ അന്വേഷണം, നിങ്ങളുടെ പാർട്ടിയുടെ അന്വേഷണവും നിങ്ങളുടെ പാർട്ടിയുടെ അന്വേഷണ സംവിധാനങ്ങളും കേരളത്തിലെ പൊതുസമൂഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാകുന്ന ഒരു സംവിധാനമാണ്? കേരളത്തിനകത്ത് ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു അന്വേഷണ ഏജൻസിയുടെ ഭാഗമായി ഉൾക്കൊള്ളാവുന്ന ഒന്നാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്വേഷണ സംവിധാനങ്ങൾ? ഇവർ പറയുന്നത് കേട്ടാൽ നമുക്കൊരു പക്ഷെ തോന്നും ലോകത്തിലെ ഏറ്റവും കുറ്റമറ്റതായ അന്വേഷണ ഏജൻസി FBI പോലെ അല്ലെങ്കിൽ സ്കോട്ട്ലൻഡ് യാർഡ് പോലെയൊക്കെ ഒരു സംവിധാനമാണ് ഇവിടെ CPIMന്റെ കീഴിലുള്ള ഈ അന്വേഷണ സംവിധാനങ്ങൾ. ഈ അന്വേഷണ സംവിധാനത്തിന്റെ മുൻകാലങ്ങളിലെ അന്വേഷണങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഏത് കേസ് വന്നാലും പാർട്ടിയുമായി ബന്ധപ്പെട്ട ആഭ്യന്തരമായ ഏത് പ്രശ്നങ്ങൾ വന്നാലും ഒരു കമ്മീഷൻ വരും, കമ്മീഷനകത്ത് ബാലനുണ്ടാകും, ശ്രീമതി ഉണ്ടാകും, എന്നിട്ട് അതിന്റെ തീവ്രതയെ പറ്റി പരിശോധിക്കും. അത്തരത്തിലൊരു അന്വേഷണ സംവിധാനവുമായി കടന്നു പോകുന്ന ആളുകളാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. ഇത് അങ്ങനെ നിങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തരമായ ഒരു കാര്യമല്ല. നിങ്ങൾ മാത്രം അന്വേഷിക്കുകയും നിങ്ങൾക്ക് മാത്രം ബോധ്യപ്പെടുകയും നിങ്ങൾ ആ ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് അതിന്റെ ഭാഗമായുള്ള നടപടികൾ ഞങ്ങൾ എടുത്തു എന്ന് പറയേണ്ടുന്ന ഒരു വിഷയമല്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ഷഹീൻ ഇവിടെ സൂചിപ്പിച്ചു. യോഗ്യരായ ചെറുപ്പക്കാരെ കണ്ടെത്തി സർക്കാരിന്റെ വിവിധങ്ങളായ വകുപ്പുകളിലേക്ക് നിയമിക്കുന്നതുമായി ബന്ധപ്പെടുന്ന ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ് PSC എന്ന് പറയുന്നത്. ആ PSCയുടെ ചെയർമാനെയും അതിന്റെ അംഗങ്ങളെയും നിശ്ചയിക്കുന്നത് മന്ത്രിസഭയുടെ ശുപാർശയോടുകൂടി ഗവർണറുടെ അംഗീകാരത്തോടുകൂടി നിയമിക്കപ്പെടുന്ന ഒരു ഭരണഘടനാ പദവിയാണ്. ആ ഭരണഘടനാ പദവിയിലേക്ക് നിയമിക്കപ്പെടുന്ന ആളുകളുടെ ആരൊക്കെയാണ് നിയമിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് കോഴിക്കോട് മാർക്കറ്റിൽ നിന്ന് ലേലം വിളിക്കുന്നത് പോലെ ലാഘവ ബുദ്ധിയോടുകൂടിയാണ് CPIM ഇതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിനെതിരായ അതിശക്തമായ സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസ് കടന്നു വരുമെന്നുള്ളതിന്റെ പ്രഖ്യാപനമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ പ്രതിഷേധ മാർച്ചുമായി കടന്നു വന്നത്.